ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അൻഷാളോസിന്റെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി ഒരു ടാങ്ക് ക്ലീൻ ആക്കലാണ്. ഫിഷ് ടാങ്കാണ്. അപ്പോൾ 6-7 മാസമായി അതിൽ നോക്കിയിട്ട് ഒരു 4 ജോഡി ഗപ്പി ടാങ്കാണ്, ഗപ്പിനെ കൊണ്ടിട്ടാണ്. അപ്പോൾ കുറേ നോക്കിയിട്ട് അത് ജീവനോടെ ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല. അപ്പോൾ അത് ക്ലീൻ ആക്കലാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ എന്തായാലും നമുക്ക് അതിലേക്ക് പോയോക്കാം. ബാ. അപ്പോൾ ഇതാണ് ടാങ്ക്, ഇതാണ് ഫിഷ് ടാങ്ക്. അപ്പോൾ എന്തായാലും ക്ലീൻ ആക്കി വെക്കാം. മീനുകളൊക്കെ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ചപ്പൊന്ന് മാറ്റി വെക്കാം. ചപ്പ് മാറ്റിയിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യാം. അപ്പം ഏത് കേടുക, ഈ ബക്കറ്റ് എടുക്കട്ടെ. ഇത് തന്നെ കുറച്ച് കൊടുന്നിട്ടാണ്, കുറേ ആയിക്കണു, കുറേ വളർന്നു. ഇതിലൊന്നും മീൻ പെട്ടുപോകണമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ഇതൊന്ന് മാറ്റിയിട്ട് വെള്ളം ഒന്ന് വറ്റിച്ച് നോക്കാം. ഒരു ബക്കറ്റ് കൂടി എടുത്തിട്ട് വരാം. അപ്പോൾ മീനുകളൊക്കെ കാണാണ്ട്, തോനുണ്ടോന്നൊന്നും അറിയില്ല. ഇപ്പോൾ ചാത്തുകണു, ചാവുണ്ട് തോന്നുന്നു കുറേ. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഇതിൽ മീനുണ്ട്. മീൻ ഇടാനൊരു ബക്കറ്റ് എടുക്കാം അല്ലേ? ഇപ്പൊ എന്തായാലും ഇതൊന്ന് കഴിഞ്ഞിട്ട് വരാം. അപ്പൊ ഗൈസ്, മീന് ഞാൻ 4 ജോഡി കൊടുത്തിട്ടാണ്. വിചാരിച്ചതിനേക്കാളും തോനുണ്ട് ഇതില്. കുറെ കുട്ടികളും ഒക്കെ ഉണ്ടായിരിക്കണം. അപ്പോ എടുക്കാൻ കുറച്ച് ടാസ്ക്കാണ്. വെള്ളം കോരി എടുക്കുമ്പോൾ അതിലൊക്കെ കുട്ടികൾ വരികയാണ്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. എന്തായാലും ഇത് വറ്റിക്കണം എന്നുണ്ട്. ബക്കറ്റില് ഫുള്ള് മീനുകൾ വരികയാണ്. അപ്പൊ എന്തായാലും വിചാരിച്ചതിനേക്കാളും മീനുണ്ട്. വെറും 4 ജോഡി കൊടുത്തിട്ടുള്ളൂ. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. കുറെ ഇതിൽ നോക്കിയിട്ട് 6-7 മാസമായി, ഞാൻ പറഞ്ഞില്ലേ, 6-7 മാസമായി നോക്കിയിട്ട്. അപ്പോൾ എന്തായാലും നോക്കാം. അവ മീനിങ്ങനെ ടാങ്കിനെ വറ്റിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുടുംബത്തിലെ ചെക്കന്മാർ വന്നത്. ആരാ കാണിച്ചോടി? കുടുംബത്തിലെ ചെക്കന്മാരാണ്. അപ്പോൾ അവർ ടാങ്ക് കാണാൻ വന്നിട്ടാണ്. അപ്പോൾ ഇങ്ങനെ കുളം ഇങ്ങനെ വറ്റിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ വന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വറ്റിച്ച് നോക്കാം. വിചാരിച്ചതിനേക്കാളും മീനുണ്ട്. ഇത് മസ്തികൂടം എന്താ അറിയില്ല. കല്ലൊക്കെ ഉണ്ടതില്. ഈ കണ്ടോ? അടിപൊളിയടാ, ചെക്കന്മാരുടെ സിനിമ. 3 ആളെന്നല്ല, കുറെ ചെക്കന്മാരുണ്ട്. ഒറിജിനൽ മറ്റേ ബനങ്ങണ്ട്. ആ ഇവര് വാഴ ഉണ്ടോയിക്കണേ. ലേഡർ അവിടെയൊക്കെ മരം കണ്ടാ. അപ്പൊ ഗൈസ്, ഇത് ഏകദേശം തീരുമാനമായി. അപ്പൊ ഇത് വെള്ളമൊക്കെ ഫുള്ള് വറ്റിച്ചു. മീനൊക്കെ കിട്ടി, അത്യാവശ്യം മീനെ കിട്ടി. വിജയിച്ചതിനേക്കാളും മീനെ കിട്ടി. കാരണം 4 ജോഡിയാണ് ഇട്ടായിരുന്നു. അപ്പൊ അത്യാവശ്യം മീനെ കിട്ടി. ഇത് ഫുള്ള് ക്ലീൻ ആക്കുകയും ചെയ്തു. ഇനിയിപ്പോ ആ മുന്നിൽ ഞാൻ ഇട്ടേർന്ന വരാലിനെ എടുത്തിട്ട് ഇതിൽ കയറാനാണ് പ്ലാന്. അപ്പൊ അതും കൂടി ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ വേറൊന്നും കൂടി കാണിച്ചു തരാണ്ട്. അപ്പോൾ അതും കൂടി കാണിച്ചു തരാം. അവിടെ ഞാൻ കൊടുന്ന പ്രാവുണ്ട്. ആ വരാലിനെയും കാണിച്ചു തരാം. ആ വരാലിനെ എടുത്തിട്ട് ഇതിൽ ഇടാനാ പ്ലാന്. ഇതിനെടുത്തിട്ട് അയക്കൂടാന്. അപ്പോൾ വരാലിനെ എന്തായാലും വളർത്താനാണ് പ്ലാന്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പിടിച്ചു വന്ന വരാലാണ്. ആ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എൻ്റെ ചാനൽ കയറി കാണുക. ഇപ്പൊ എന്തായാലും അത് കാണിച്ചു തരാം. ഇതാ വരാല്, അല്ല ഇതാ പ്രാവ്. വരാല് ഇതാ ഇതിലാണ് വരാല്.
അപ്പോൾ ഇത് മുന്നത്തെ ഒരു അക്കൂറിയാണ്, ചെറിയ അക്കൂറിയാണ്, ഗ്ലാസ് ഒക്കെ പൊട്ടി പോകും. എന്നാലും ഇതിൽ കൊടുന്നിടാനാണ് പ്ലാൻ. ഇതിത്തെ വരാലിനെ എടുത്തിട്ട് അയക്ക് ഇടണം. അപ്പോൾ പ്രാവിനതാ ഈ പ്രാവിനെ കൊണ്ടുവരുന്ന വീഡിയോ കാണാത്തവരുണ്ട്, ഇപ്പൊ തന്നെ എന്റെ ചാനലുണ്ട്, ചാനൽ പോയി കാണുക. ഇതാണ് പ്രാവ്. അപ്പൊ എന്തായാലും നമുക്കത് ചെയ്ത് നോക്കാം. ഇത് കൂടണം. അപ്പൊ എന്തായാലും ഈ വെള്ളം പറ്റിക്കണം, വെള്ളം മോശമായിക്കണം, വരാലിട്ടല്ലേ. അപ്പൊ എന്തായാലും വെള്ളം മോശമായിക്കണം. അപ്പോൾ എന്തായാലും ഇതിനെ വറ്റിച്ചിട്ട് ഇവിടുത്തെ വരാലിനെ പിടിച്ചിട്ട് അയക്കിടാനാണ് പ്ലാന്. അപ്പൊ നമുക്ക് പറ്റിക്കാം. ഇതില് 8-10 കൊടുന്നിട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ചാടി പോയോന്നൊന്നും അറിയില്ല. കാരണം ഇട്ടിട്ട് പിന്നെ നോക്കിയിട്ടില്ല, മൂടി വെച്ചിട്ടൊന്നും ഉണ്ടാവില്ല. എന്തായാലും നോക്കിയൊക്കെ കാണാം. 2-3 കാണാണ്ട് നോക്കിയൊക്കെ. 3 ഉണ്ട്. ചെക്കന്മാരെ 3 ഉണ്ട്. നോക്കിയോക്കാം. കല്ലൊക്കെ ഉണ്ട്, ഒക്കെ മാറ്റണം. ഇപ്പൊ എന്തായാലും കേസ് ലാഗ് ആക്കണില്ല, ഇത് വറ്റിച്ചിട്ട് കാണാം. അപ്പോൾ കേസ് മീനുകളൊക്കെ പിടിച്ചു. അപ്പോൾ കൊടുന്ന് ഇട്ട തന്നെ ഉണ്ട്, 9 ഉണ്ട്. ഈ ബക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. ഇനി എന്ത് ഏതായാലും ഒന്ന് ഉരയ്ക്കണം. കാരണം വരാതിട്ടാണ്ട് ഗപ്പിനെ ഇടാറുള്ളല്ലേ. അപ്പോൾ ഒന്ന് ഉരച്ചൊന്ന് ലെവല് കഴുകിയിട്ട് പിന്നെ വെള്ളം റീഫിൽ ചെയ്യണം. പിന്നെ അതിലും വെള്ളം റീഫിൽ ചെയ്യണം. അപ്പോൾ മീൻ അതിലുണ്ട്. മാറിക്കട ചെക്കന്മാരാണ്. ആ മീൻ അതിലുണ്ട്. കുറച്ച് ചെറുതുകളാണ്. അപ്പോൾ അതിനെ വളർത്താനാണ് പ്ലാന്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ഉരച്ചിട്ട് ക്ലീൻ ആക്കിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് അത് വെള്ളമൊക്കെ വറ്റിച്ചു. ഇനിയിപ്പോൾ അതിൽ വെള്ളം നിറക്കണമെങ്കിൽ അവിടെ പോയി വെള്ളം അടിക്കണം. അപ്പോൾ അതിൻ്റെ പരിപാടി നോക്കുകയാണ്. അപ്പോൾ അതിലും വെള്ളം നിറക്കണം, ഇതിലും വെള്ളം നിറക്കണം. അപ്പോൾ എന്തായാലും വെള്ളം അടിക്കണം. അപ്പോൾ എന്നിട്ട് മീനിടാം. അപ്പോൾ അത് കാണിക്കാം. പിന്നെ അവിടെ ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് വരാം. ടാങ്ക് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ടാങ്ക് ഫുള്ള് ക്ലീൻ ആക്കി. അപ്പോൾ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ആ വരാലിനെ കൊണ്ട് ഇതിൽ കയറണം. നിറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ഈ ഗപ്പിനെ കൊണ്ട് അയക്കിടണം. അപ്പോൾ അത് ആ ടാങ്ക് നിറക്കണം. അപ്പോൾ ഇതെന്തായാലും നിറച്ചിട്ട് കാണാം. അപ്പോൾ ഗൈസ് ചെറിയൊരു പണി കിട്ടി. മീനൊക്കെ ഇട്ടിട്ട് വീഡിയോ എടുത്തായിരുന്നു. പക്ഷേ അത് റെക്കോർഡായില്ല, വോയിസ് റെക്കോർഡായില്ല, മൈക്ക് ഓഫ് ആയിരുന്നു. അതുകൊണ്ട് ചെറിയൊരു പണി കിട്ടി. മീൻ 2 ടാങ്കിൽ ഇട്ടു, ഇതിൽ വരാലും ഇട്ടു, അതിൽ ഗപ്പി ഇട്ടു. അപ്പോൾ വീഡിയോ നോക്കിയപ്പോൾ വോയിസ് റെക്കോർഡായിട്ടുണ്ടാവില്ല. അപ്പോൾ ഒന്നുകൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്താണ്. കാണിച്ചു തരാം. ഇതിൽ വരാലാണ്, കാണിച്ചു തരാം. വെള്ളമൊക്കെ മാറ്റി പകുതി വെള്ളം ഒഴിച്ചുള്ളൂ. കാരണം വരാലിട്ടുകൊണ്ട് പകുതി വെള്ളം ഒഴിച്ചുള്ളൂ. കണ്ടു, വെള്ളമൊക്കെ ക്ലീൻ ആക്കി അടിയിൽ ഇങ്ങനെ പോകുന്നുണ്ട്, നീന്തി പോകുന്നുണ്ട്. അപ്പോൾ 9 അതിലുണ്ട്. അതിൽ കിടക്കട്ടെ വെച്ചു. ഇനി ഗപ്പിനെ കാണിച്ചു തരാം. ഗപ്പി അതിലിട്ടിട്ടുണ്ട്. അതിലും ഭാഗം വെള്ളം നിറച്ചിട്ടുള്ളൂ, അത് മതി വെച്ചു. അപ്പോൾ ഇനി വേണമെങ്കിൽ പിന്നെ നിറച്ചാൽ വെച്ചിട്ട് ഭാഗം വെള്ളം നിറച്ചുള്ളൂ. അപ്പോൾ അതുകൂടി കാണിച്ചു തരാം. അതിനെ ഈ വീഡിയോ ഇവിടെ കൊണ്ട് എൻഡ് ചെയ്യാണ്. അതുകൂടി കാണിച്ചു തരാം വെച്ചു. അപ്പോൾ ഗപ്പി ഇട്ടിങ്ങനെ ഇതിലാണ്. ഇതിൽ ഗപ്പി ഇട്ടു. ഗപ്പി ഇതിൽ സേഫാണ്. കുറച്ച് പായലും ഇട്ടു, കുറച്ച് ഗപ്പിനെ ഇട്ടു. അപ്പോൾ അതാ അങ്ങനെയായി. അപ്പോൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൈക്കൺ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു കാര്യം കൂടി പറയാണ്ട്, നാളെ ഞങ്ങളൊരു യാത്ര ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഇതിൻ്റെ ബാക്കിൽ വരുന്നതാവും. അതുകൊണ്ടും കാണാൻ ശ്രമിക്കുക. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ നിർബന്ധമായി സബ്സ്ക്രൈബും ചെയ്യുക, ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക, കമൻറ്റും ചെയ്യുക. അപ്പോൾ ബൈ.